നിയമസഭയിൽ പിണറായി വിജയനുമായുള്ള സംഭാഷണത്തെ തെറ്റായി പ്രചരിപ്പിച്ചവർക്കെതിരെ കെ.എൻ. ബാലഗോപാൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകും. സ്പീക്കർക്കാണ് അവകാശ ലംഘന നോട്ടീസ് നൽകുക. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, സഭയിൽ ഉണ്ടായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെയും പല തോതിൽ അത് പ്രചരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിലിപ്പോൾ എങ്ങനെയാണ് കെ.എൻ. ബാലഗോപാൽ മുന്നോട്ട് പോകുന്നത്? അക്ഷയ, കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസങ്ങളിലാണ് ഈ കെ.എൻ. ബാലഗോപാലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിലുള്ള സംഭാഷണം. അതായത് പിണറായി വിജയനോട് ഒരു വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കണമെന്ന കെ.എൻ. ബാലഗോപാലിൻ്റെ ഒരു സംഭാഷണം അത് പിന്നീട് വ്യാപകമായ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത്. ഇത് ഈ പിണറായി വിജയനോട് കെ.എൻ. ബാലഗോപാൽ കയർത്തു എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു പൊതുവെ പുറത്തു വരികയൊക്കെ ചെയ്തിരുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല എന്നാണ് ഇപ്പോൾ കെ.എൻ. ബാലഗോപാൽ പറയുന്നത്. അന്ന് പ്രചരിച്ച ചില മാധ്യമങ്ങളിലെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളിലെങ്കിലും പ്രചരിച്ച ഈ ദൃശ്യങ്ങളിലും മറ്റും ഈ കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുവാൻ വേണ്ടി ഇപ്പോൾ കെ.എൻ. ബാലഗോപാൽ തീരുമാനിച്ചിരിക്കുന്നത്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത് സംബന്ധിച്ചുള്ള അവകാശ ലംഘന നോട്ടീസ് വളരെ അടിയന്തരമായി തന്നെ നൽകുമെന്നാണ് ഈ കെ.എൻ. ബാലഗോപാലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നും ഈ സഭാ ടിവിയുടെ ദൃശ്യങ്ങൾ പ്രചരിച്ച ദൃശ്യങ്ങളും തമ്മിൽ പരിശോധിച്ച് അതിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട, അതായത് തെറ്റായ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ അവകാശ ലംഘന നടപടി സ്വീകരിക്കണമെന്നായിരിക്കും ഈ നോട്ടീസിൽ ആവശ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. അക്ഷയ.